നമസ്കാരം. STV ഈവനിംഗ് ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. ഒറ്റപ്പാലം തോട്ടക്കരയിൽ വയോധിക ദമ്പതികൾ വെട്ടേറ്റ് മരിച്ച സംഭവത്തിൽ വളർത്തുമകളുടെ ഭർത്താവ് പോലീസിന്റെ പിടിയിൽ. പോലീസ് കസ്റ്റഡിയെടുത്തിട്ടുള്ളത് പൊന്നാനി വെളിയങ്കോട് സ്വദേശി മുഹമ്മദ് റാഫി. കൊലപാതകത്തിന് ശേഷം പ്രതി കുത്തി പരിക്കേൽപ്പിച്ച 4 വയസ്സുകാരൻ ചികിത്സയിൽ. കൊലപാതകത്തിലേക്കും നയിച്ചത് കുടുംബ പ്രശ്നങ്ങളെന്ന് പോലീസ്. ചേലക്കര ചിറങ്ങാണത്ത് കാട്ടാനയെ തുരത്തുന്നതിനിടെ പടക്കം കയ്യിലിരുന്ന് പൊട്ടി വനംവകുപ്പ് വാച്ചർക്ക് ഗുരുതര പരിക്ക്. ഇടത് കൈപ്പത്തി സ്ഫോടനത്തിൽ തകർന്നു. പരിക്കേറ്റ അകമല RRT വാച്ചർ ചാക്കോ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. അന്തർ സംസ്ഥാന നദീജല കരാറിന്റെ മറവിൽ കേരളത്തിലെ ജലാശയങ്ങൾ തരിച്ചു നിലമാക്കാനുള്ള കോർപ്പറേറ്റ് താൽപര്യങ്ങൾ നിഗൂഢമായി നടക്കുന്നുണ്ടെന്ന് മുല്ലപ്പെരിയാർ ഏകോപന സമിതി കൺവീനർ അഡ്വക്കേറ്റ് ഡോക്ടർ KS പ്രകാശ്. മന്ത്രി K കൃഷ്ണൻകുട്ടിക്കെതിരെ രൂക്ഷ വിമർശനം. മന്ത്രി ജലമൂറ്റൽ കമ്പനികളുടെ വക്താവെന്ന് ആരോപണം. കൃഷി സാമൂഹ്യ സേവനം തന്നെയെന്ന് MLA മുഹമ്മദ് മുസി. നാടിന് അന്നം വിളമ്പുന്ന കർഷകർ ആദരിക്കപ്പെടണം. വടനാകുരിശി കിസാൻ സർവീസ് സൊസൈറ്റി ആൻഡ് കുടുംബശ്രീയുടെ കൊയ്ത്തുത്സവം. പെരിങ്ങോട്ടുകുരിശിൽ കൃഷിഭവൻ നേതൃത്വത്തിൽ ഭാരതീയ പ്രകൃതി കൃഷി പദ്ധതി. വാർത്തകൾ വിശദമായി. ഒറ്റപ്പാലം തോട്ടക്കര ഇരട്ടക്കൊലപാതക കേസിൽ കൊല്ലപ്പെട്ട ദമ്പതികളുടെ വളർത്തുമകളുടെ ഭർത്താവ് ഒറ്റപ്പാലം പോലീസിന്റെ പിടിയിൽ. പൊന്നാനി വെളിയങ്കോട് സ്വദേശി 30 വയസ്സുള്ള മുഹമ്മദ് റാഫിയാണ് പിടിയിലായത്. ദമ്പതികളെ വെട്ടിക്കൊലപ്പെടുത്തിയ പ്രതി 4 വയസ്സുകാരനായ മകനെ കുത്തി പരിക്കേൽപ്പിച്ചിരുന്നു. ഒറ്റപ്പാലം നഗരത്തിന് സമീപം തോട്ടക്കരയിൽ പുലർച്ചെയാണ് ഇരട്ട കൊലപാതകം നടന്നത്. ദമ്പതികളെ വീട്ടിൽ കുത്തേറ്റ് മരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു. തോട്ടക്കര നാലകത്ത് നസീർ 63 വയസ്സ്, ഭാര്യ സുഹറ 60 വയസ്സ് എന്നിവരാണ് മരിച്ചത്. ഇവരുടെ വളർത്തുമകൾ സുൽഫിയത്തിന്റെ മകനായ 4 വയസ്സുള്ള മുഹമ്മദ് ഇഷാനെ ഗുരുതരമായി പരിക്കേറ്റ നിലയിൽ വാണിയംകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഈ കേസിലാണ് സുൽഫിയത്തിന്റെ ഭർത്താവ് പൊന്നാനി വെളിയങ്കോട് സ്വദേശി 30 വയസ്സുള്ള മുഹമ്മദ് റാഫി ഒറ്റപ്പാലം പോലീസിന്റെ പിടിയിലായത്. അർദ്ധരാത്രി 12 മണിയോടെയാണ് നാടിനെ നടുക്കിയ കൊലപാതകം നടന്നത്. വീടിന് പിറകുവശത്തെത്തിയ റാഫി പിറകിലേക്ക് വന്ന നസീറിനെയും സുഹറയെയും കുത്തുകയായിരുന്നു എന്നാണ് പോലീസ് പറയുന്നത്. തുടർന്ന് മുകളിൽ കിടന്നുറങ്ങിയായിരുന്ന സുൽഫിയത്തിനരികിലെത്തിയ റാഫിയെ കണ്ട് ഓടിയെത്തിയ ഇഷാനെയും കുത്തി. കുട്ടിയെ എടുത്ത് ഓടി രക്ഷപ്പെട്ട സുൽഫിയത്താണ് നാട്ടുകാരെ വിവരമറിയിച്ചത്. ഇന്നലെ രാത്രി ഏകദേശം ഒരു 11:57 കിട്ടി എൻ്റെ സുഹൃത്തുക്കൾ ഒരു കല്യാണ വീട്ടിൽ നിന്ന് മടങ്ങി വരുമ്പോഴാണ് ഒരു പെൺകുട്ടി അവരുടെ ചെറിയ കുട്ടിയുമായിട്ട് ഈ റോട്ടിൽ കൂടെ ഓടുന്നു. അപ്പോൾ അവരെന്താ കാര്യങ്ങൾ വെച്ച് കഴിഞ്ഞപ്പോൾ ഉമ്മാനും ഉപ്പാനും വെട്ടിയിട്ടുണ്ട്, ഞങ്ങളെ രക്ഷിക്കണം എന്ന് പറഞ്ഞു. അത് കേട്ടിട്ടാണ് ആ പിള്ളേരെ എന്നെ വിളിച്ചത് രാത്രി. ഞമ്മളെ വന്നു നോക്കണത് ഒരു പയ്യൻ മുഖത്തൊക്കെ ചോരുണ്ട്. അപ്പോൾ അവൻ വന്ന് എന്നോട് ആദ്യം ചോദിച്ചത് ഇതിനും സ്ത്രീ ഓടിപ്പോയിട്ടുണ്ടാകും. ഒന്നും എനിക്കറിയില്ല. അപ്പത്തിനും ഒറ്റപ്പാലം പോലീസിനെ വിളിച്ചിട്ടുണ്ടായിരുന്നു. പോലീസുകാർ വരുന്ന കണ്ടു. അപ്പോൾ ഇവനിവിടെ കണ്ടു. അവിടെ കണ്ടിട്ട് അവർ വണ്ടി നിർത്തുന്നതിന് മുമ്പ് ഞങ്ങൾ മുമ്പ് കൂടെ തന്നെ ഓടി നേരെ അപ്പുറത്തെ പള്ളിത്തൊടിയിലേക്കാണ് പോയിരിക്കുന്നത്. യുവതി നൽകിയ വിവരപ്രകാരം അന്വേഷിച്ച ഘട്ടത്തിലാണ് ദമ്പതികളെ കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തിയത്. മുഹമ്മദ് റാഫി കൈഞ്ഞരമ്പ് മുറിച്ച നിലയിൽ സ്ഥലത്തുണ്ടായിരുന്നെങ്കിലും പോലീസ് എത്തിയപ്പോൾ ഓടി രക്ഷപ്പെട്ടു. പ്രദേശത്തെ പള്ളിക്കാട്ടിലേക്ക് ഓടി രക്ഷപ്പെട്ട യുവാവിനെ പോലീസും നാട്ടുകാരും ചേർന്ന് പുലർച്ചെയാണ് പിടികൂടിയത്. വെട്ടേറ്റ കുട്ടിയെ ആദ്യം താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ച ശേഷം പിന്നീട് വാണിയംകുളത്തെ സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റുകയായിരുന്നു. റാഫിയും സുൽഫിയത്തും തമ്മിൽ വിവാഹമോചന കേസ് നടക്കുന്നുണ്ട്. ഇതേ തുടർന്നുള്ള വൈരാഗ്യമാണ് അതിക്രമത്തിന് കാരണമെന്നാണ് പോലീസ് പറയുന്നത്. യുവാവിനെ ചോദ്യം ചെയ്തു വരികയാണ്. അത് ഒരു പ്രാഥമികമായിട്ട് നമുക്ക് മനസ്സിലായത് ഒരു കുറച്ച് ആയുധം ഇയാളുടെ കയ്യിലുണ്ടായിരുന്നു. പക്ഷേ ഈ പരിക്ക് നോക്കിയിട്ട് അതിൻ്റെ ഡോക്ടറായിട്ട് സംസാരിച്ചിട്ട് കൊറാബറേഷൻ ചെയ്തിട്ട് മാത്രം കൺഫേം ആയിട്ട് നമുക്ക് പറയാൻ പറ്റും. ഇയാൾ നേരത്തെ ഇവിടെ എത്തിയിരുന്നു അതോ ഇന്നലെ രാത്രിയാണ് ഇങ്ങോട്ട് വന്നത് നമുക്ക് മനസ്സിലായത്. മുമ്പ് പരാതികൾ നമുക്ക് നോക്കിയിട്ട് പറയാൻ പറ്റും. കാരണം ഇത് നമ്മുടെ ഇൻഫർമേഷൻ പ്രകാരം പൊന്നാനി കോടതിയിൽ ചിലപ്പോൾ ഈ കുട്ടീൻ്റെ പൊസഷൻ ബന്ധപ്പെട്ട ഒരു ഡിസ്പ്യൂട്ടാണ്. സെപ്പറേറ്റഡ് ആണ് താമസമുള്ളത്. സോ ഒരു ഫാമിലി ഇഷ്യൂ കൊണ്ടാണ് ഈ സംഭവിച്ചിരിക്കുന്നത്. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. ചേലക്കര ചിറങ്ങോണത്ത് കാട്ടാനയെ തുരത്തുന്നതിനിടെ പടക്കം കയ്യിലിരുന്ന് പൊട്ടി വനം വകുപ്പ് വാച്ചർക്ക് ഗുരുതര പരിക്ക്. അകമല RRT വിഭാഗത്തിലെ MMR വാച്ചറായ ചാക്കോയ്ക്കാണ് പരിക്കേറ്റത്. ഇടത് കൈപ്പത്തി സ്ഫോടനത്തിൽ തകർന്നു. മച്ചാട് റേഞ്ചിന് കീഴിലെ വാഴാനി വനം സ്റ്റേഷൻ പരിധിയിൽ പുലർച്ചെയാണ് അപകടം സംഭവിച്ചത്.
അകമല RRT വിഭാഗത്തിലെ NMR വാച്ചറായ ചാക്കോയ്ക്കാണ് പരിക്കേറ്റത്. ചിറങ്ങോണം ഭാഗത്ത് ജനവാസ മേഖലയിൽ ഇറങ്ങിയ കാട്ടാനയെ പടക്കം പൊട്ടിച്ച് വനത്തിലേക്ക് തുരത്താൻ ശ്രമിക്കുന്നതിനിടെ ചാക്കോയുടെ കയ്യിലിരുന്ന പടക്കം പൊട്ടിത്തെറിക്കുകയായിരുന്നു. സ്ഫോടനത്തിൽ ഇദ്ദേഹത്തിൻ്റെ ഇടത് കൈപ്പത്തിക്കും വിരലുകൾക്കും ഗുരുതരമായി പരിക്കേറ്റിട്ടുണ്ട്. അപകടം നടന്നയുടൻ കൂടെയുണ്ടായിരുന്ന ജീവനക്കാർ ചാക്കോയെ തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും പരിക്ക് ഗുരുതരമായതിനാൽ വിദഗ്ധ ചികിത്സയ്ക്കായി കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റി. പ്രദേശത്ത് കാട്ടാന ശല്യം രൂക്ഷമായതിനെ തുടർന്ന് രാത്രികാല പട്രോളിങ്ങിനും ആനയെ തുരത്താനുമായി എത്തിയതായിരുന്നു വനം വകുപ്പ് സംഘം. ന്യൂസ് ബ്യൂറോ, തൃശൂർ. അന്തർ സംസ്ഥാന നദീജല കരാറിൻ്റെ മറവിൽ കേരളത്തിലെ ജലാശയങ്ങൾ തരിശു നിലങ്ങളാക്കാനുള്ള കോർപ്പറേറ്റ് താൽപ്പര്യങ്ങൾക്ക് നിഗൂഢമായി നടക്കുന്നുണ്ടെന്ന് മുല്ലപ്പെരിയാർ ഏകോപന സമിതി കൺവീനർ അഡ്വക്കേറ്റ് ഡോക്ടർ KS പ്രകാശ്. ജലചൂഷണത്തിൻ്റെ പേരിൽ കോള കമ്പനി പൂട്ടിക്കാൻ മുന്നിൽ നിന്ന ചിറ്റൂരിൻ്റെ മന്ത്രി ജലമുറ്റിൽ കമ്പനിയുടെ വക്താവായി ഇപ്പോൾ മാറിയെന്നും KS പ്രകാശ് കുറ്റപ്പെടുത്തി. പറമ്പിക്കുളം, ആളിയാർ, ശിരുവാണി, മുല്ലപ്പെരിയാർ കരാറുകളിലെല്ലാം വ്യാപകമായ അഴിമതിയാണ് നടന്നിട്ടുള്ളതെന്ന് ഡോക്ടർ KS പ്രകാശ് ആരോപിച്ചു. അർഹതപ്പെട്ട ജലം നേടിയെടുക്കാൻ പോലും സംസ്ഥാന സർക്കാരിന് കഴിഞ്ഞിട്ടില്ല. കോടികളുടെ സാമ്പത്തിക ബാധ്യതയുണ്ടെന്ന് പറയുമ്പോഴും ജലത്തിൻ്റെ പേരിൽ നേടിയെടുക്കേണ്ട കോടികളാണ് നഷ്ടപ്പെടുത്തുന്നത്. നദീജല കരാറുകൾ പുതുക്കാത്തത് കാരണം കേരളത്തിന് അർഹതപ്പെട്ടതൊന്നും ലഭിക്കാത്ത സ്ഥിതിയാണ്. ശിരുവാണിയിൽ 40 വർഷത്തിലധികമായി കരാർ പുതുക്കിയിട്ട്. കേരളത്തിൻ്റെ ജലസമ്പത്ത് കൊള്ളയടിക്കാൻ വൻകിട കമ്പനികൾ ചക്രവ്യൂഹം തീർത്തിരിക്കുകയാണ്. ഇതിന് ഒത്താശ ചെയ്യുകയാണ് സംസ്ഥാന സർക്കാരെന്നും അദ്ദേഹം ആരോപിച്ചു. കഴിഞ്ഞ 8 മാസമായി നടത്തിയ പോരാട്ടത്തിൻ്റെ ഫലമായി, ജനകീയ സമിതിയുടെ നേതൃത്വത്തിൽ നടത്തിയ പോരാട്ടത്തിൻ്റെ ഫലമായി അതിന് നമുക്ക് ഭാഗികമായിട്ട് ആദ്യഘട്ടത്തിൽ ഒരു വിജയം കിട്ടിയിട്ടുള്ളത് സത്യമാണ്. ഇതുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുമ്പോൾ നമുക്ക് തോന്നിയ കുറേ കാര്യങ്ങൾ, ഈ പാലക്കാട് ജില്ല എന്ന് പറയുന്ന ജില്ലയെ മാത്രമല്ല കേരളത്തിൻ്റെ മൊത്തം ജില്ലയെ വിഴുങ്ങുന്ന തരത്തിലുള്ള കുടിവെള്ളവും ജലവുമായി ബന്ധപ്പെട്ട കുറേ കാര്യങ്ങൾ ഇതിനകത്ത് വന്നുകൂടിയിട്ടുണ്ട്. അത് ഞാൻ പറയുമ്പോൾ കേരളത്തിൻ്റെ ജലസമ്പത്തിന് ചുറ്റും ചക്രവ്യൂഹം ഒരുക്കിയിരിക്കുകയാണ്. അതാണ് ഏറ്റവും പ്രധാനം. അതിൽ വമ്പൻ കമ്പനികളും നമ്മൾ ഭരിക്കാൻ ഏൽപ്പിച്ചിട്ടുള്ള സർക്കാരും ഒക്കെ അതിലെ പ്രതികളായിട്ട് വരുന്നു എന്നുള്ളത്. എലപ്പുള്ളിയിലെ ഒയാസിസ് മദ്യ കമ്പനിക്ക് ഹൈക്കോടതി അനുമതി നിഷേധിച്ചെങ്കിലും പുനഃപ്രതിഷ്ഠിക്കാനുള്ള നീക്കം നടക്കുന്നുണ്ട്. എലപ്പുള്ളിയിലെ മദ്യനിർമ്മാണശാലയ്ക്കെതിരെ ജാഗ്രതയോടെ നീങ്ങണമെന്നും എങ്കിൽ മാത്രമേ അതിന് തടയിടാൻ കഴിയുകയുള്ളൂവെന്നും വാർത്താസമ്മേളനത്തിൽ എലപ്പുള്ളി പോരാട്ട ജനകീയ സമിതി രക്ഷാധികാരി ജോർജ് സെബാസ്റ്റ്യൻ പറഞ്ഞു. വാർത്താസമ്മേളനത്തിൽ സമിതി അംഗങ്ങളായ V. ശിവൻ, S. കേശവദാസ്, P. തങ്കച്ചൻ എന്നിവരും പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. കൃഷിപ്രവർത്തനം ഒരു സാമൂഹ്യ പ്രവർത്തനം കൂടിയാണെന്ന് നാട്ടിൽ ഭക്ഷണം ഉറപ്പുവരുത്താൻ വേണ്ടി കർഷകർ ചെയ്യുന്ന പ്രവർത്തനം ചെറുതല്ലെന്നും മുഹമ്മദ് മുഹസിൻ MLA വാടനാകുരിശി കിസാൻ സർവീസ് സൊസൈറ്റി ആൻഡ് കുടുംബശ്രീയുടെ കൊയ്ത്തുത്സവം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു MLA. ഓങ്ങല്ലൂർ പഞ്ചായത്തിലെ 10ാം വാർഡിൽ വാടനാകുരിശി ഭൂതത്താൻകാവിന് സമീപത്തെ അശ്വതി പാടശേഖരത്തിലാണ് തിങ്കളാഴ്ച കൊയ്ത്തുത്സവം നടന്നത്. കിസാൻ സർവീസ് സൊസൈറ്റി ആൻഡ് കുടുംബശ്രീയിൽ ഉൾപ്പെടുത്തിയാണ് കൃഷി നടപ്പാക്കിയത്. 40 ഏക്കർ പാടശേഖരത്തിൽ ഉമ നെൽവിത്താണ് കൃഷി ഇറക്കിയത്. സൈനബയുടെ നേതൃത്വത്തിലായിരുന്നു കൃഷി നടപ്പാക്കിയത്. മുഹമ്മദ് മുഹസിൻ MLA കൊയ്ത്തുത്സവം ഉദ്ഘാടനം ചെയ്തു. കൃഷിപ്രവർത്തനം ഒരു സാമൂഹ്യ പ്രവർത്തനം കൂടിയാണെന്നും നാട്ടിൽ ഭക്ഷണം ഉറപ്പുവരുത്താൻ വേണ്ടി കർഷകർ ചെയ്യുന്ന പ്രവർത്തനം ചെറുതല്ലെന്നും ഉദ്ഘാടന പ്രസംഗത്തിൽ MLA പറഞ്ഞു. കാർഷിക മേഖലയ്ക്ക് ഇന്ന് പുത്തൻ ഉണർവ് വന്നിട്ടുണ്ടെന്നും MLA പറഞ്ഞു. ഇതൊരു സാമൂഹ്യ പ്രവർത്തനം കൂടിയാണ്. ഒരു നാടിന് വേണ്ടിയിട്ടുള്ള ഏറ്റവും വലിയ അതിർത്തി കാക്കുന്ന നമ്മുടെ സൈനികർ ചെയ്യുന്നത് പോലെ തന്നെ നാട്ടിൽ ഭക്ഷണം ഉറപ്പുവരുത്തുന്നതിന് കർഷകർ ചെയ്യുന്ന പ്രവർത്തനം ചെറുതല്ല. നമ്മുടെ കേരളത്തിൽ നമുക്കറിയാം, കാലാവസ്ഥ അതിവേഗം മാറിക്കൊണ്ടിരിക്കുകയാണ്. ഈ പ്രതിസന്ധികളൊക്കെ ഉണ്ടെങ്കിലും ഇപ്പോൾ നമുക്ക് കാർഷിക മേഖലയിൽ ഉൽപാദനം വർദ്ധിപ്പിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. നെല്ലുൽപാദനം 3 ഇരട്ടിയായിട്ട് വർദ്ധിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ പച്ചക്കറി ഉൽപാദനം 2016 എനിക്ക് ഓർമ്മയുണ്ട് 6 ലക്ഷം മെട്രിക് ടണ്ണാണ് പച്ചക്കറി ഉൽപാദനം ഉണ്ടായിരുന്നത്. ഇന്ന് അത് 18 ലക്ഷം മെട്രിക് ടണ്ണായിട്ട് ഉയർന്നിട്ടുണ്ട്. അങ്ങനെ 2 ഇരട്ടിയും 3 ഇരട്ടിയും ഒക്കെ വർദ്ധിപ്പിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ചടങ്ങിൽ ഓങ്ങല്ലൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PP വിജയൻ അധ്യക്ഷത വഹിച്ചു. ധനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ പ്രിയ പ്രശാന്ത്, ബ്ലോക്ക് മെമ്പർ പ്രസന്ന ടീച്ചർ, വാർഡ് മെമ്പർ ജുനൈദ്,
മുൻ ബ്ലോക്ക് മെമ്പർ PK പ്രസന്ന, അലവി കുരിക്കൽ, KSSA സംസ്ഥാന സെക്രട്ടറി ശ്രീകുമാർ, ഓങ്ങല്ലൂർ കൃഷിഭവനിലെ പ്രതിനിധി സുഷമ, സുനിത തുടങ്ങിയവർ സംസാരിച്ചു. സോജ സ്വാഗതവും സൈനബ നന്ദിയും പറഞ്ഞു. പ്രദേശ നിവാസികളും ചടങ്ങിൽ പങ്കെടുത്തു. തുടർന്ന് ജനപ്രതിനിധികളുടെ കൊയ്ത്തുത്സവം ചടങ്ങിന് ആവേശം പകർന്നു. കണ്ടം കൊയ്ത്തിനു പോകാം, നീയും പോരെന്റെ നീലിപ്പെണ്ണേ. ന്യൂസ് സെന്റർ ഷൊർണൂർ. പെരുങ്ങോട്ടുകുറിശി കൃഷിഭവന്റെ നേതൃത്വത്തിൽ ഭാരതീയ പ്രകൃതി കൃഷി പദ്ധതി നടത്തി. പഞ്ചായത്ത് പ്രസിഡന്റ് AP പ്രമോദ് ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് KC ഗ്രീഷ്മ അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് വികസന കാര്യ ചെയർപേഴ്സൺ KM കേരളകുമാരി, കൃഷി ഓഫീസർ അർച്ചന, വിവിധ പാടശേഖര സമിതി കൺവീനർമാരും ഭാരവാഹികളും കാർഷിക പ്രശ്നങ്ങളും നെൽകൃഷിയിലെ രോഗബാധ സംബന്ധിച്ച നെല്ലു സംഭരണത്തിലെ കാലതാമസം സംബന്ധിച്ചും ചർച്ച ചെയ്തു. ന്യൂസ് ബ്യൂറോ, കോട്ടായി. മങ്കര കാളിക്കാവ് കോട്ടായി റോഡിൽ കാളിക്കാവ് റെയിൽവേ ഗേറ്റിന് സമീപം ഏകദേശം 100 മീറ്റർ അകലെ റോഡിന്റെ നിരപ്പ് വ്യത്യാസം വാഹന ഗതാഗതത്തിന് ഭീഷണിയാകുന്നു. റോഡിന്റെ പകുതി ഭാഗം ഉയർന്നും പകുതി ഭാഗം വലിയ താഴ്ചയിലുമാണ്. ഇവിടെ റോഡ് തകർന്നിട്ടുണ്ട്. റോഡ് കുഴിഞ്ഞതാകാമെന്നാണ് സംശയിക്കുന്നത്. 15 മീറ്ററോളം ദൂരത്തിൽ തകർന്നിട്ടുണ്ട്. ഇരുചക്രവാഹനങ്ങളടക്കം അപകടത്തിൽപ്പെടാൻ സാധ്യതയേറെയാണ്. ബന്ധപ്പെട്ടവർ നടപടിയെടുത്തില്ലെങ്കിൽ വൻ ദുരന്തത്തിന് കാരണമാകും. പെരുങ്ങോട്ടുകുറിശി സർക്കാർ ഹോമിയോ ആശുപത്രിക്ക് മുന്നിൽ സ്ഥാപിച്ച കല്യാണ മണ്ഡപത്തിലേക്കുള്ള ടാങ്ക് കൊതുക് വളർത്തൽ കേന്ദ്രമാകുന്നെന്ന് പരാതി. ടാങ്കിന് മുകളിൽ വലയില്ലാത്തത് അപകട ഭീഷണിയുണ്ടെന്നും നാട്ടുകാർ പറയുന്നു. സർക്കാർ ആശുപത്രിക്ക് മുന്നിൽ വർഷങ്ങളായുള്ള കൊതുക് വളർത്തൽ കേന്ദ്രം രോഗവ്യാപനത്തിന് പുറമെ അപകടക്കിണിയും ഉയർത്തുന്നു. പരുത്തിപ്പുള്ളിയിലെ സർക്കാർ ഹോമിയോ ആശുപത്രിക്ക് മുന്നിലാണ് 6 അടിയോളം ആഴത്തിൽ സിമന്റ് ടാങ്ക് നിർമ്മിച്ച് വെള്ളം നിറച്ച് പതിറ്റാണ്ടുകളായി കൊതുകൾക്ക് വളരാൻ ഇടയാകുന്നത്. കൃഷിഭവനും ഹോമിയോ ആശുപത്രിക്കും ഇടയിലാണ് ആഴത്തിൽ ടാങ്ക് സ്ഥാപിച്ചിട്ടുള്ളത്. ഇതിന്റെ തൊട്ടടുത്തായി പണിയുന്ന പഞ്ചായത്ത് കല്യാണ മണ്ഡപത്തിന്റെ അഗ്നിസുരക്ഷയുടെ ഭാഗമായാണ് ടാങ്ക് നിർമ്മിച്ചിട്ടുള്ളതെന്നും തീപിടുത്തമുണ്ടായാൽ വെള്ളം പമ്പ് ചെയ്യാൻ സൗകര്യപ്പെടുത്തിയാണെന്നും പറയുന്നു. ആശുപത്രിക്ക് മുന്നിൽ തുറന്നിട്ട സിമന്റ് ടാങ്ക് കൊതുകുകൾ പെറ്റുവരുകാൻ സഹായിക്കുന്നതിന് പുറമെ ആശുപത്രിയിലെത്തുന്ന ചെറിയ കുട്ടികൾ ടാങ്കിലേക്ക് എത്തി നോക്കുന്നത് പതിവാണെന്നും ഇത് അപകട സാധ്യത വർദ്ധിപ്പിക്കുന്നുണ്ടെന്നും നാട്ടുകാർ പരാതിപ്പെട്ടു. അതുകൊണ്ട് അത് എന്തിന് കെട്ടി ഏതിന് കെട്ടി എന്നുള്ളതിന് ഒക്കെ നമ്മൾ വിശദീകരിക്കേണ്ട കാര്യമൊന്നുമില്ല. പക്ഷെ അതിന് ഉടനെ മാറ്റിയിട്ട് ഈ ആശുപത്രിൻ്റെ പരിസരം എന്നുള്ള നിലയ്ക്ക് അതിനൊന്ന് വൃത്തിയാക്കി വളരെ താല്പര്യത്തോടു കൂടി സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് പെരുങ്ങോട്ടുകുറിശിയിൽ ഒരു ജനപ്രതിനിധി എല്ലാം ഉൾപ്പെടുന്ന ഒരു പ്രദേശത്ത് ഈ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് കഴിയുന്നതിൻ്റെ ഘട്ടത്തിലൊക്കെ ഞങ്ങൾ യോഗങ്ങളിലൊക്കെ സംസാരിച്ചതാണ്. ഒന്നും ഫലം ഉണ്ടായിട്ടില്ല. പക്ഷേ ഈ ആശുപത്രിന് മുമ്പെന്ന് അതൊന്നും വേണ്ട, ആശുപത്രിന് മുമ്പ് മാറ്റാനും പുതിയ ഭരണസമിതി അതിന് നേതൃത്വം കൊടുക്കാനും തീരുമാനിക്കണമെന്ന് മാത്രമാണ് എനിക്ക് ഈ അവസരത്തിൽ പറയാനുള്ളത്. പ്രശ്നം ശ്രദ്ധയിൽപ്പെടുത്തിയപ്പോൾ തുറന്നിട്ട ടാങ്കിന് മുകളിൽ ഇരുമ്പ് വല സ്ഥാപിച്ച് സുരക്ഷിതമാക്കുമെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് AP പ്രമോദ് പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കോട്ടായി. അനങ്ങനടി മണ്ഡലം യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ വാർഡ് സമ്മേളനങ്ങൾ പുരോഗമിക്കുന്നു. വെള്ളിലാംകുന്ന് 9ാം വാർഡ് സമ്മേളനം KPCC വക്താവ് സന്ദീപ് വാര്യർ ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് മുഹമ്മദ് നൌഫൽ ആലിക്കൽ അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് കോൺഗ്രസ് വൈസ് പ്രസിഡന്റ് അഷ്റഫ് കാരുകുളം, നവദാസ് പാലഞ്ചേരി, മെമ്പർമാരായ TP അബു സ്വാലിഹ്, വിദ്യ, സേവാദൾ അഖിലേന്ത്യാ ഓർഗനൈസർ ധർമ്മരാജ്, VK രഞ്ജിത്ത് എന്നിവർ സംസാരിച്ചു. ഷൊർണൂർ കേരളീയ ആയുർവേദ സമാജം പൂർവ്വ വിദ്യാർത്ഥികളുടെ കുടുംബസംഗമം കേരളീയ ആയുർവേദ സമാജത്തിൽ നടന്നു. കേരളീയ ആയുർവേദ സമാജം പ്രസിഡന്റ് സുബ്രഹ്മണ്യൻ മൂസദ് ഉദ്ഘാടനം ചെയ്തു. ഷൊർണൂർ കേരളീയ ആയുർവേദ സമാജത്തിലെ പൂർവ്വ വിദ്യാർത്ഥികളുടെ കുടുംബസംഗമം കേരളീയ ആയുർവേദ സമാജത്തിൽ വെച്ച് നടന്നു. കേരളീയ ആയുർവേദ സമാജം പ്രസിഡന്റ് സുബ്രഹ്മണ്യൻ മൂസദ് ഉദ്ഘാടനം ചെയ്തു. റിട്ടയർഡ് ആയുർവേദ മെഡിക്കൽ ഡയറക്ടർ ഡോക്ടർ KP ശ്രീനിവാസൻ അധ്യക്ഷത വഹിച്ചു. ഡോക്ടർ ഉപേന്ദ്രൻ റിപ്പോർട്ട് അവതരിപ്പിച്ചു. ഡോക്ടർ PC ഗോപിനാഥൻ വരവ് ചിലവ് കണക്കുകളും അവതരിപ്പിച്ചു. ഡോക്ടർ സാവിത്രി, ഡോക്ടർ PT വാസുദേവൻ തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് സെന്റർ ഷൊർണൂർ. ഗുരുതരമായ രോഗാവസ്ഥയിൽ കഴിയുന്ന രോഗികൾക്ക് ചികിത്സയും പരിചരണവും സ്വാതന്ത്ര്യവും നൽകുന്ന ടെർഷറി പാലിയേറ്റീവ് സംവിധാനത്തിൻ്റെ പ്രവർത്തനം കല്ലേക്കാട് സഹകരണ ആശുപത്രിയിൽ ജനുവരി 22 മുതൽ ആരംഭിക്കും. വീടുകളിൽ ചെന്ന് നടത്തുന്ന പരിചരണത്തേക്കാൾ ആശ്വാസമാണ് ടെർഷറി പാലിയേറ്റീവിൻ്റെ പ്രവർത്തനമെന്ന് ടെർഷറി പാലിയേറ്റീവ് ഹെഡ് ഡോക്ടർ പ്രവീൺ ലാൽ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. പാലിയേറ്റീവിൻ്റെ എല്ലാ അർത്ഥങ്ങളും ഉൾക്കൊണ്ട് പ്രവർത്തിക്കുന്നതാണ് ടെർഷറി പാലിയേറ്റീവ്. കിടപ്പ് രോഗികൾക്ക് ആവശ്യമായ മെഡിസിൻ, തെറാപ്പി, അവകാശം എല്ലാം ഇതിൻ്റെ പ്രത്യേകതയാണ്. രോഗിയുടെ യഥാർത്ഥ അവസ്ഥ രോഗിയെയും കുടുംബങ്ങളെയും ബോധ്യപ്പെടുത്തിയാണ് ടെർഷറി
പാലിയേറ്റീവിലേക്ക് മാറ്റുന്നത്. പ്രത്യേക പരിശീലനം ലഭിച്ച നഴ്സുമാരുൾപ്പെടെ ജീവനക്കാരുടെ സഹായവും പരിചരണവും ലഭിക്കും. രോഗിയുടെ ശാരീരിക മാനസിക വേദനകൾ ഇല്ലാതാക്കുന്നതിനാണ് മുൻഗണന നൽകുന്നത്. രോഗിയുടെ അവസാന നാളുകളിൽ വീട്ടുകാർ അഭിമുഖീകരിക്കുന്ന മാനസിക സംഘർഷത്തിനും അയവുണ്ടാകും. പാലക്കാടിനെ പാലിയേറ്റീവ് ഹബ്ബാക്കി മാറ്റുന്നതോടൊപ്പം വേദനയില്ലാത്ത പാലക്കാട് ടെർഷറി പാലിയേറ്റീവ് ലക്ഷ്യം വയ്ക്കുന്നതെന്നും ഡോക്ടർ പ്രവീൺ ലാൽ പറഞ്ഞു. ലൈഫിന്റെ ക്വാളിറ്റി ഇംപ്രൂവ് ചെയ്യാൻ ആക്റ്റീവ് ട്രീറ്റ്മെന്റ് കൊണ്ട് പറ്റും. അതല്ല സിംറ്റംസ് മാത്രം മാറ്റാനുള്ള കാര്യങ്ങൾ. ഇതിൽ കുറച്ചുകൂടി കൂടുതലും വ്യക്തത വരുത്തുക. അത് വളരെ സൗമ്യമായി കൃത്യമായി ഫാമിലിയെയും രോഗിയെയും ധരിപ്പിക്കുക. അവരുടെ പ്രിഫറൻസസ് മനസ്സിലാക്കുക. ആ പ്രിഫറൻസിന് അനുസരിച്ചുള്ള ട്രീറ്റ്മെന്റ് ഓപ്ഷൻസ് കൊടുക്കുക. അതിലൂടെ ഹോസ്പിറ്റൽ സ്റ്റേ കുറയുക. ഒരു ഹോസ്പിറ്റലിനെ സംബന്ധിച്ചിടത്തോളം അൺനെസസറി ആയിട്ടുള്ള ICU ബെഡ്സിന്റെ യൂസസ് ഒഴിവാക്കുക. സോ ദാറ്റ് ICU ബെഡ് ആക്ച്വലി വേണ്ട പേഷ്യന്റിന് ബെഡ് കിട്ടുക. കെയർ കുറെ കൂടെ ഇഫക്റ്റീവ് ആക്കുക. ഫാമിലി കൾച്ചർ പോലെയുള്ള ആസ്പെക്റ്റുകൾ, ഒരു വ്യക്തിയുടെ പേഴ്സണൽ ആയിട്ടുള്ള താല്പര്യങ്ങൾ, അയാളുടെ അവകാശങ്ങൾ, ഇതൊക്കെ ഈ സമയത്ത് സംരക്ഷിക്കപ്പെടുക. ഇതെല്ലാമാണ് ടെർഷ്യറി പാലിയേറ്റീവ് കെയറിൽ നമ്മൾ ചെയ്യുക. ഡോക്ടർ MS അർജുനൻ, ഡോക്ടർ വാര്യർ, ആശുപത്രി MD N പ്രദീപ് കുമാർ, ആയുർവേദ ഹെഡ് A വിജയൻ എന്നിവരും വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. ഷൊർണൂർ തനിമ സാംസ്കാരിക വേദി ചെല്ലപ്പൻ മാസ്റ്റർ അനുസ്മരണം നടത്തി. അനുസ്മരണ യോഗം നഗരസഭാ ചെയർപേഴ്സൺ P നിർമ്മല ഉദ്ഘാടനം ചെയ്തു. കൂടാതെ നമ്മുടെ സാക്ഷരതാ രംഗത്തും മറ്റ് കലാരംഗത്തും വളരെയധികം മികവ് പുലർത്തി സാമൂഹ്യ പ്രവർത്തനങ്ങളിലും ഏർപ്പെട്ടിട്ടുള്ള ഒരാളാണ് ചെല്ലപ്പൻ മാസ്റ്റർ. സമൂഹത്തിൽ നമുക്ക് ജനങ്ങൾക്ക് വേണ്ടി നന്മ ചെയ്യുക എന്നുള്ളത് കലാസാഹിത്യ രംഗത്ത് പ്രവർത്തിക്കുന്ന വ്യക്തികളുടെ തന്നെ ഒരു മുഖമുദ്രയാണ്. സമൂഹത്തിന് വേണ്ടിയാണ് അവർ എഴുതുന്നതും മറ്റുള്ള അവരുടെ പ്രവർത്തികളെല്ലാം തന്നെ അത്തരത്തിലുള്ളതാണ്. അപ്പോൾ ഈ ചെല്ലപ്പൻ മാസ്റ്റർ അനുസ്മരണ ദിനം നിങ്ങളുടെ ഓരോരുത്തരുടെയും സമ്മതത്തോടുകൂടി ഉദ്ഘാടനം ചെയ്തതായി അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. തനിമ പ്രസിഡന്റ് അനിൽകുമാർ അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി MC ശങ്കരൻ സ്വാഗതം പറഞ്ഞു. TK രാമചന്ദ്രൻ മാസ്റ്റർ ചെല്ലപ്പൻ മാസ്റ്റർ അനുസ്മരണ പ്രഭാഷണം നടത്തി. ചെല്ലപ്പൻ മാസ്റ്ററുടെ മകൾ അഞ്ജലി, RG പിള്ള, ശിവശങ്കരൻ കരവിൽ, രമീള ദേവി, റംല ഇക്ബാൽ, TK നിഷ, OP ബാലകൃഷ്ണൻ, മണികണ്ഠൻ, മുരളി കുളപ്പുള്ളി, C മോഹൻദാസ്, KG സുനീഷ്, BP അബ്ദുൾ അസീസ്, മധുസൂദനൻ, ദിനേശ് ചേത്തല, K സുരേഷ്, ബാബുരാജ് തുടങ്ങിയവർ സംസാരിച്ചു. MV മധു മാസ്റ്റർ നന്ദി പറഞ്ഞു. അനുസ്മരണത്തോടനുബന്ധിച്ച് കവിത, ലളിതഗാനാലാപനം എന്നിവയുമുണ്ടായി. ന്യൂസ് സെന്റർ, ഷൊർണൂർ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ഒറ്റപ്പാലം തോട്ടക്കരയിൽ വയോധിക ദമ്പതികൾ വെട്ടേറ്റ് മരിച്ച സംഭവത്തിൽ വളർത്തുമകളുടെ ഭർത്താവ് പോലീസിന്റെ പിടിയിൽ. പോലീസ് കസ്റ്റഡി എടുത്തിട്ടുള്ളത് പൊന്നാനി വെളിയങ്കോട് സ്വദേശി മുഹമ്മദ് റാഫി. കൊലപാതകത്തിന് ശേഷം പ്രതി കുത്തി പരിക്കേൽപ്പിച്ച 4 വയസ്സുകാരൻ ചികിത്സയിൽ. കൊലപാതകത്തിലേക്കും നയിച്ചത് കുടുംബ പ്രശ്നങ്ങളെന്ന് പോലീസ്. ചേലക്കര ചിറങ്ങാണത്ത് കാട്ടാനയെ തുരത്തുന്നതിനിടെ പടക്കം കയ്യിലിരുന്ന് പൊട്ടി വനംവകുപ്പ് വാച്ചർക്ക് ഗുരുതര പരിക്ക്. ഇടത് കൈപ്പത്തി സ്ഫോടനത്തിൽ തകർന്നു. പരിക്കേറ്റ അകമല RRT വാച്ചർ ചാക്കോ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. അന്തർ സംസ്ഥാന നദീജല കരാറിന്റെ മറവിൽ കേരളത്തിലെ ജലാശയങ്ങൾ തരിച്ചു നിലമാക്കാനുള്ള കോർപ്പറേറ്റ് താൽപ്പര്യങ്ങൾ നിഗൂഢമായി നടക്കുന്നുണ്ടെന്ന് മുല്ലപ്പെരിയാർ ഏകോപന സമിതി കൺവീനർ അഡ്വക്കേറ്റ് ഡോക്ടർ KS പ്രകാശ്. മന്ത്രി K കൃഷ്ണൻകുട്ടിക്കെതിരെ രൂക്ഷ വിമർശനം. മന്ത്രി ജലമൂറ്റൽ കമ്പനികളുടെ വക്താവെന്ന് ആരോപണം. കൃഷി സാമൂഹ്യ സേവനം തന്നെയെന്ന് MLA മുഹമ്മദ് മുസീൻ. നാടിന് അന്നം വിളമ്പുന്ന കർഷകർ ആദരിക്കപ്പെടണം. വടനാകുരിശി കിസാൻ സർവീസ് സൊസൈറ്റി ആൻഡ് കുടുംബശ്രീയുടെ കൊയ്ത്തുത്സവം. പെരിങ്ങോട്ടുകുരിശിൽ കൃഷിഭവൻ നേതൃത്വത്തിൽ ഭാരതീയ പ്രകൃതി കൃഷി പദ്ധതി. ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ അവസാനിക്കുന്നു. നമസ്കാരം.